ഹായ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ജേർണൽ എൻട്രീസിനെ കുറിച്ചാണ്. ഫസ്റ്റ് ജേർണൽ എൻട്രി വന്നിട്ട് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ ഫസ്റ്റ് എൻട്രി എപ്പോഴും നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള എൻട്രിയാണ്. അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്ന് പറയുമ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വന്നിരിക്കുന്ന ആ ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലോട്ട് എഴുതുന്നു. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് ഓർത്ത് നോക്കി. അതിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ബൈ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. ഡെബിറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് വരുമ്പം അത് ക്രെഡിറ്റ് സൈഡിലോട്ടാവുന്നത്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി സെക്കൻഡ് എൻട്രി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിരിക്കണം. ആ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് എൻട്രി എപ്പോഴും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെതായിരിക്കണം. അപ്പോൾ സെക്കൻഡ് എൻട്രി എന്ത് വരും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് വേണം നമ്മളെപ്പോഴും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ഫസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ചാർജ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എങ്ങനെ ആവും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡേറ്റ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആദ്യത്തെ എൻട്രിയിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പം മനസ്സിലായല്ലോ? നെക്സ്റ്റ് എൻട്രി എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ എൻട്രിയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ചാർജ് ചെയ്യുമ്പോഴത്തെ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. ആദ്യം നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് എപ്പോഴും ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം അത് ചാർജ് ചെയ്യുന്ന ഏതിന് അഗൈൻസ്റ്റ് ആണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് അഗൈൻസ്റ്റ് ആണ്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് നമ്മൾ ചാർജ് ചെയ്യുമ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡേറ്റ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയും. ആദ്യത്തെ എൻട്രിയിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരുന്നുണ്ട്, നെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ എൻട്രികളെല്ലാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ എൻട്രിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ആയിരുന്നു ചെയ്തെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എപ്പോഴും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നെക്സ്റ്റ് കമ്മീഷൻ്റെ എൻട്രി. കമ്മീഷൻ ചാർജ് ചെയ്യുമ്പോൾ കമ്മീഷനോ അല്ലെങ്കിൽ സാലറിയോ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ചെയ്തിരുന്ന സെയിം രീതി തന്നെ. അതായത് ആദ്യത്തെ എൻട്രിയിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പാർട്ട്നർ സാലറി ഓർ കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യണം? നേരെ തിരിച്ച് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡേറ്റ ടു പാർട്ട്നർ സാലറി ഓർ കമ്മീഷൻ അക്കൗണ്ട്. പാർട്ട്നർ സാലറിയും കമ്മീഷനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനും സെയിം രീതിയിലത്തെ എൻട്രി. നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ എൻട്രി. ഓക്കെ, നെക്സ്റ്റ് വരുമ്പോൾ റിസർവിൻ്റെ ജേർണൽ എൻട്രിയാണ്. റിസർവിന് നമ്മളെപ്പോഴും ക്രെഡിറ്റ് ബാലൻസിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡേറ്റ ടു റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ രണ്ട് എൻട്രി ഇല്ല, റിസർവിന് ഒരു എൻട്രിയേ ഉള്ളൂ. റിസർവ് എപ്പോഴും ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അത് ഡെബിറ്റ് സൈഡിൽ പോകും. നെക്സ്റ്റ് നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? അക്കൗണ്ടിൻ്റെ ബാലൻസ് എടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫുൾ ബാലൻസ് എടുത്തിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ബാലൻസ് വരിക? ക്രെഡിറ്റ് ബാലൻസേ വരത്തുള്ളൂ. കാരണം എപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും കൂടി നിൽക്കുന്നത്. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആണല്ലോ ഏറ്റവും കൂടിയ എമൗണ്ട് ആയിട്ട് വരുന്നത്. ആ എമൗണ്ട് എപ്പോഴും ഏത് സൈഡിൽ എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. എവിടെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത്. അത് ആ ഒരു വീഡിയോ എടുത്ത് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഒരു അക്കൗണ്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കൂടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഡെബിറ്റ് സൈഡിലോട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതായത് ബാലൻസ് എമൗണ്ട് കൊടുക്കേണ്ടത്. എങ്കിലേ ടാലി ആവത്തുള്ളൂ, രണ്ട് സൈഡും ഈക്വൽ ആവത്തുള്ളൂ. അപ്പം നമുക്ക് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞ് എഴുതുന്ന എപ്പോഴും ഏത് സൈഡിലായിരിക്കും? ഡെബിറ്റിലായിരിക്കും. സോ എൻട്രി നമ്മൾ ക്രെഡിറ്റ് ബാലൻസിന് വേണ്ടിയിട്ടുള്ള എൻട്രി കൊടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. ഒന്നിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ എവിടെ ആയിരിക്കും? കറണ്ട് അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അത് എപ്പോഴാണെന്നുള്ളത് ഞാൻ പറയാം നെക്സ്റ്റ് വീഡിയോയിൽ. ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അത് ഡെബിറ്റ് ബാലൻസ്, അതായത് ഡെബിറ്റ് സൈഡാണ് കുറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡേറ്റ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ജേർണൽ എൻട്രീസ് വരുമ്പോൾ. ഈ ജേർണൽ എൻട്രീസ് എല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. എങ്കിലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ജേർണൽ എൻട്രി എഴുതാനും അതുപോലെ തന്നെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കത്തുള്ളൂ.